നമസ്കാരം, ഇത് IBN മലയാളം. ബംഗ്ലാദേശിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഹൈന്ദവ ആത്മീയ നേതാവും ഇസ്കോൺ സന്യാസിയുമായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിൽ ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള അതിക്രമങ്ങളെയും ഇസ്കോൺ സന്യാസിയുടെ അറസ്റ്റിനെയും ബ്രിട്ടീഷ് കൺസർവേറ്റീവ് MP ബോബ് ബ്ലാക്ക്മാൻ ശക്തമായി അപലപിച്ചു. ഇത്തരം പീഡനങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UK പാർലമെൻറ്റിലാണ് അദ്ദേഹം വിഷയം ഉന്നയിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലെ സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഹിന്ദുക്കളുടെ വീടുകൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തീയിടുന്നതുൾപ്പെടെയുള്ള വലിയ ആക്രമണങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇസ്കോൺ സന്യാസിമാരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഭരണം മാറിയെന്ന് പറഞ്ഞാലും മതന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല. ഇസ്കോണിനെ നിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ നേരിട്ടുള്ള അക്രമമാണെന്നും ബ്ലാക്ക്മാൻ പറയുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണത്തെയും ചിന്മയ് കൃഷ്ണദാസിൻ്റെ അറസ്റ്റിനെയും അമേരിക്കൻ ഗായിക മേരി മിൽബൽ അപലപിച്ചു. രാജ്യത്തെ തീവ്രവാദികൾ ഹിന്ദുക്കളെയും ന്യൂനപക്ഷങ്ങളെയും ആക്രമിക്കുന്നതിനെതിരെ പ്രതികരിക്കാൻ അവർ ലോകത്തോട് ആഹ്വാനം ചെയ്തു. മതസ്വാതന്ത്ര്യത്തെയും ലോകത്തിലെ എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കണമെന്നും എക്സിലെ പോസ്റ്റിൽ മേരി മിൽബൻ ആവശ്യപ്പെട്ടു. മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിൽ ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസ് പരാജയപ്പെട്ടെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ ഭരണത്തിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉപദേശകനായിരുന്ന ജോണി മൂർ പറഞ്ഞു. ഇക്കാര്യത്തിൽ വിശ്വസിക്കാനാകാത്തതും അത്ഭുതപ്പെടുത്തുന്നതുമാണ് യൂനസിൻ്റെ നിലപാടെന്നും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റു മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെയുള്ള പ്രാകൃത ആക്രമണങ്ങളെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. US ഭാരത അമേരിക്കൻ സംഘടനകൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കത്തെഴുതി. ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ ആൻഡ് ഡയസ്പോറ സ്റ്റഡീസ് ആണ് കത്തുകൾ അയച്ചത്. ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയ ശേഷം ക്ഷേത്രങ്ങൾക്കെതിരെ ഉൾപ്പെടെ 200-ലേറെ ആക്രമണങ്ങളാണ് നടന്നത്. ഇത് സംബന്ധിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ചിന്മയ് കൃഷ്ണദാസിനെ ഉടൻ മോചിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് FIIDS പ്രസിഡന്റ് ഖണ്ഡാരോ കന്റ് ഇരു നേതാക്കളോടും ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന അക്രമങ്ങളെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.